നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു ചോദ്യം കാണുമായിരിക്കും, ഇവളെന്തിനാ എന്നും വന്നിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറയണേ. അപ്പൊ അത് ആദ്യമായിട്ട് കയറി കാണുന്നവരോടാ കേട്ടോ. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കോടതിയിലേക്ക് ശിവശങ്കരനും രാജീവനും കൂടെ പോവാണ്. രോഹിത്തിനെ ഹരിശങ്കരനെയൊക്കെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങനെയാവും അറിയില്ല, ജാമ്യം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ല, മകനായി പോയില്ലേ എന്നൊരു ചിന്തയായിരുന്നു ശിവശങ്കരന്റെ ഉള്ളിൽ. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. അച്ഛനും ചെറിയച്ഛനുമാണ് വന്നിരിക്കുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് രാജീവനോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് കാറ് കുറച്ച് മാറ്റിയിട്ടിട്ട് വേറെ വഴിയുണ്ട് കോടതിയിലേക്ക് കയറാനായിട്ട്, ആ വഴി നടന്നു പോയാൽ മതി. കാരണം ഫ്രണ്ട് വഴി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണും, ഫ്രണ്ടിലാണ് മീഡിയക്കാരും ആൾക്കാരും ഒക്കെ കൂടിയിരിക്കുന്നത്. അങ്ങനെ അവരുടെ കണ്ണിപ്പെടാതെ വേണം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജീവനും പറഞ്ഞു അത് ശരിയാ, അങ്ങനെ നമുക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒടുവിൽ കോടതി വളപ്പിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് രോഹിത്തിനെ ഹരിശങ്കറിനെയൊക്കെ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വണ്ടി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരെല്ലാം കൂടെ കൂടിയില്ലേ, ഈച്ച പൊതിയെന്ന് പോലെ തന്നെ വണ്ടിയെ പൊതി വേണം. പ്രൊട്ടക്ഷനുള്ള വണ്ടിയാണ്, പോലീസ് വണ്ടിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആൾക്കാരൊക്കെ ആക്രോശിക്കുകയാണ്. ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ, അവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യാം, അവൻ്റെ സൂക്കേട് ഞങ്ങൾ മാറ്റി കൊടുക്കാം. അവന് 3-4 പേർക്ക് കാഴ്ച വെച്ചും പോരാ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയാണ്. നാണം ഉണ്ടോടാ നിൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വായി വന്നെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് അവരെ അക്രമാസക്തരാവണം. അപ്പോഴേക്കും കൂടുതൽ പോലീസ് അങ്ങോട്ട് വന്നു. കാരണം കോടതി വെളുപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിന് നന്നേ പണിപ്പെടേണ്ടി വന്നു അവരെ വണ്ടിക്കകത്ത് നിന്ന് ഇറക്കിയിട്ട് കോടതിക്കകത്തേക്ക് ഒന്ന് കയറ്റിക്കൊണ്ട് പോകാനായിട്ട്. അവരുടെ ആക്രോശങ്ങളെല്ലാം കേട്ടിപ്പോൾ രോഹിത്തിനൊക്കെ തല ഉയർത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഒരുത്തൻ വിളിച്ചു പറഞ്ഞ് എന്താടാ നീ തല കുണിച്ചിരിക്കുന്നത്, നേരെ നോക്കടാ എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന കേൾക്കായിരുന്നു. രോഹിത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചെയ്യാത്ത കുറ്റമാണ് എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഹരിശങ്കറും മറ്റു 2 പേരുമാണ് ചെയ്തത്. പക്ഷെ കുറ്റം വന്നു കഴിഞ്ഞപ്പോൾ രോഹിത്തിന്റെ തലയിൽ പോയി. കാരണം രോഹിത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ, അവനും മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. മദ്യവെച്ച് ലക്ക് കിട്ടി കഴിഞ്ഞപ്പം രോഹിത്ത് പെട്ടെന്ന് പോരുകയോ ചെയ്തേ, അവിടെ നിൽക്കാതെ. അങ്ങനെ കോടതിക്കകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി. ഇതേ സമയത്ത് ശിവശങ്കരനും രാജീവനും കൂടെ വരുന്നേ. അങ്ങനെ അവർ കോടതി മുറിയിലേക്ക് കയറുവാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചെടിച്ചു വന്നു. പിന്നീട് പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും ഒക്കെ ഹാജരാകുന്നുണ്ട്. അപ്പം ജാമ്യം കിട്ടില്ലെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വക്കീല് ശിവശങ്കരനും രാജീവനോടൊക്കെ. കാരണം ഇത് നിസ്സാര കാര്യമല്ല, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെങ്കിൽ അത് പണിയാവുന്നൊരു കാര്യം തന്നെയാണ്. പെൺകുട്ടി +2 പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് അങ്ങനെ വാദവും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. ഒടുവിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല, തല കൊമ്പിട്ട് നിൽക്കുകയാണ് ഹരിശങ്കറും രോഹിത്തും ഒക്കെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കോടതിയും കാര്യങ്ങളൊക്കെ കാണുന്ന പോലും. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നതിനും. പിന്നീട് വാദിഭാഗം വക്കീല് വാദിക്കാണ്ട് തുടങ്ങി. കൃത്യം കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് വാദിക്കാണ്ട് തുടങ്ങുന്നത്. കൂട്ടിക്കൊണ്ട് പോയതും അതിനുശേഷമുള്ള സംഭവങ്ങളും. അതിനുശേഷം കോടതിയോട് ജഡ്ജിയോട് പറഞ്ഞു ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം അനുവദിക്കരുത്. ജാമ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിക്കും, തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത്, ഇവരെ കോടതി റിമാൻഡ് ചെയ്യണമെന്ന് പറയണം. പിന്നീട് പ്രതിഭാഗം വക്കീല് വാദിച്ചു നോക്കി. പക്ഷേ രക്ഷയില്ലായിരുന്നു. ചെറിയ കേസൊന്നുമല്ല, പീഡന കേസല്ലേ, പ്രായപൂർത്തിയായ ഭാഗത്തെ പെൺകുട്ടിയല്ലേ. അതിനുശേഷം കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായി റിമാൻഡ് വെക്കാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജീവിനും ശിവശങ്കരനൊക്കെ വല്ലാതെ ആയിപ്പോയി. താഴേക്ക് നോക്കി എന്നല്ലാതെ ആരുടെ മുഖത്തേക്ക് പോകുന്ന നോക്കുന്നുണ്ടായിരുന്നില്ല രോഹിത്ത്. കാരണം രോഹിത്തും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമയ്ക്കകത്തും ഇതിനകത്തൊക്കെ കാണുന്നുള്ളൂ ഇങ്ങനെ കോടതിയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. പക്ഷെ നേരിട്ട് ഇപ്പോൾ അത് അനുഭവിച്ചറിയുക. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ ചത കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അവർക്ക്. അതിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ടായിരുന്നു. കോടതിയിൽ ഒരു ദാക്ഷിണ്യം കാര്യമൊന്നും ജഡ്ജി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം പീഡന കേസാണ്, വേറെ എന്ത് കേസാണെങ്കിലും കുഴപ്പമില്ല. ഒരുത്തം സ്നേഹിച്ച് വഞ്ചിച്ചതും പോരാ, അതും കൂടാഞ്ഞിട്ട് മറ്റുള്ളവർക്കും കൂടെ കാഴ്ച വെച്ചിരിക്കുന്നു. അതിനേക്കാൾ വലിയൊരു ക്രൂരത കാണിക്കണ്ടോ? അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി, അവളാണ് ഹോസ്പിറ്റലിലാണ് താനും. പിന്നീട് റിമാൻഡിലേക്ക് വിട്ടു. ഇനിയിപ്പോൾ കേസ് മറ്റൊരു ദിവസത്തേക്ക് വിളിക്കും അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒടുവിൽ അവിടുന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങുമ്പോഴത്തേനും ശിവശങ്കരൻ അവിടെ ഇരുന്ന് വിങ്ങിക്കരയുവാണ്. ശിവശങ്കരനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് രാജീവിനെ അറിയത്തുണ്ടായിരുന്നില്ല.
ആ പുറത്തേക്ക് കൊണ്ടുവന്ന് അവന്മാരെ ജയിലിലേക്ക് വിടുവാണ്, റിമാൻഡ് ചെയ്യുന്ന അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു സമാധാനമേ. എന്നാലും ആൾക്കാരുടെ ആക്രോശം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ അവരെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു രാജീവൊക്കെ. അപ്പം പ്രതികളുടെ അച്ഛനും ചെറിയച്ഛനും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നാട്ടുകാരറിഞ്ഞു. അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് പാഞ്ഞു വരുവാണ്. ഈ സമയത്ത് പോലീസുകാർ വന്ന് രക്ഷിക്കുന്നുണ്ട് രാജീവിനെ ശിവശങ്കരനെ. പറഞ്ഞു, ഇപ്പം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്മാർ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇറങ്ങണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ആ ആൾക്കൂട്ടം ഒന്ന് പോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിട്ട് നല്ല തല്ല് കിട്ടുമെന്ന് പറയണം. ഈ സമയത്ത് ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇങ്ങനെയുള്ള മക്കളെയൊക്കെ ഉണ്ടാക്കി വിട്ട് നാണം ഉണ്ടാടാ നിനക്കൊക്കെ നടക്കാനായിട്ട്. മക്കളെയൊക്കെ നേരെ ചൊവ്വേ വളർത്താൻ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് തല കുനിച്ച് പോലീസുകാരുടെ മുഖത്ത് പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ശിവശങ്കരനൊക്കെ. എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിച്ചാലേ മതിയാവുള്ളൂ. മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നേരാവണ്ണം വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ട വരുമെന്ന് അവർക്ക് നല്ലവണ്ണം അറിയായിരുന്നു. അങ്ങനെ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടിയിട്ടാണ് പിന്നീട് ശിവശങ്കരൻ രാജീവിനും തിരികെ വീട്ടിലേക്ക് പോരുന്നത്. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു കമല. ഒരു പക്ഷെ അവരെ ജാമ്യത്തിൽ വിടും, ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ ഓർത്ത്. ഇവർ രണ്ടുപേരും തനിച്ച് വരുന്നുണ്ടപ്പോൾ കമല ചോദിച്ചു, എന്താ ശിവേട്ട കാര്യങ്ങൾ? അവരെന്തിയെ, എൻ്റെ മോനെന്തിയെ കൊണ്ടുവരാത്തേന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രാജീവും പറഞ്ഞു, അങ്ങ് ചെന്ന് വിളിച്ചാൽ വരാ ഉടനെ ഞങ്ങൾ അവനെ ഒരിടത്ത് നോക്കാൻ ഏൽപ്പിച്ചിട്ടൊന്നും അല്ല പോയതറിയാലോ കമലയെടുത്തി. അവരെ റിമാൻഡ് ചെയ്തു, ജയിലിലേക്ക് കൊണ്ടുപോയെന്ന് പറയണം. അത് കേട്ട അലമുറയായിട്ട് കരയാണ് കമല. എൻ്റെ ദൈവമേ, എൻ്റെ മോനെ ജയിലിൽ കൊണ്ടേ കയറ്റുമോ, അവൻ്റെ ഭാവി നശിച്ചു പോയല്ലോ. അത് കേട്ടപ്പോൾ ശിവശങ്കരനെ ദേഷ്യം, മിണ്ടരുത് നീ ഒരക്ഷരം. എടി കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ അനുസരിക്കണം, നീ അവന് സപ്പോർട്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മണിശങ്കറോട് വന്നു. മണിശങ്കർ വന്നിട്ട് ചോദിച്ചു, എന്തായി വെച്ചാൽ കാര്യങ്ങളൊക്കെ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വെറുതെ പോകണ്ടാന്ന്, പോയി നാണം കിടണ്ടാന്ന്. കോടതിയിലേക്ക് പോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, കോടതിയിലേക്ക് പോയി, ഭാഗ്യം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് പോരാൻ പറ്റിയത്. ആൾക്കാരൊക്കെ ഇളകിയിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ, കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കുറേ ആൾക്കാരുമാണെന്ന്, കുറഞ്ഞൊരു 10-500 പേരെങ്കിലും വരുമെന്ന്. അവരുടെയൊക്കെ മുന്നിൽ നിങ്ങളെ കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ വെച്ചേക്കത്തില്ല. കാരണം രോഗത്തിനെ കഴിയാൻ കിട്ടാത്തതിൻ്റെ ദേഷ്യം നിങ്ങളുടെ ദേഹത്ത് അവർ തീർത്താനെന്ന് പറഞ്ഞു. ഇത് കേട്ടതും കമല പറഞ്ഞു, എന്നാലും എൻ്റെ മോനെ ഇനി അവർ ഉപദ്രവിക്കുകയോ ജയിലിൽ കൊണ്ടുപോയിട്ട്. അപ്പോഴേക്കും മനു പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ലമ്മേ, സാധാരണ കേസൊന്നും അല്ലോ ഇത്, പീഡന കേസല്ലേന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ സമയത്ത് രാജീവൻ പറഞ്ഞു, കമലെടുത്ത് സമാധാനമായിട്ടിരിക്കുക, എന്നുള്ള റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കാം, എന്തെങ്കിലും ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അവർ മുറിയിലേക്ക് പോകണം. അപ്പോഴേക്കും മണിശങ്കറും അങ്ങോട്ട് ചെന്നു. പിന്നീട് മണിശങ്കർ ചോദിച്ചു, അല്ല പുറത്തിറക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ ചെറിയച്ചാന്നൊക്കെ ചോദിച്ചു. എന്ത് വഴി? ഇനി ആ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. എത്ര പ്രഗത്ഭനായി വക്കീലിനെ കൊണ്ടുവന്നാലും ആ പെൺകുട്ടി പറയുന്നതനുസരിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ശിവശങ്കരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ആ പെൺകുട്ടിയെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ, പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരുന്ന കേസാണെങ്കിൽ അങ്ങനെ നോക്കിയാലോ എന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ മണിശങ്കർ പറഞ്ഞു, അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ഗോവർദ്ധനൻ ബാലേന്ദ്രനെ കാണാൻ വരുവാണ്. പിന്നീട് ബാലേന്ദ്രനോട് ഗോവർദ്ധനൻ കാര്യങ്ങൾ പറയാണ്. ജാമ്യം കിട്ടിയില്ല, റിമൈൻഡ് ചെയ്യുന്ന. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനും ഭയങ്കര ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. എന്നാലും അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഹോസ്പിറ്റലായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, കൃത്യസമയത്ത് മെഡിസിനും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ ബാലേന്ദ്രൻ ഇപ്പോൾ ആകെപ്പാടെ തകർന്നു പോയാനും. കാരണം ബാലേന്ദ്രനും ഇതൊന്നും ഒട്ടും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എത്രയൊക്കെ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാലും രോഹിത്തിനോട് മകനായി പോയില്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബാലേന്ദ്രന്. വല്ലാത്തൊരു വിഷമമായിപ്പോയി. പിന്നീടാണ് വൈജയന്തി അറിയുന്നത്, ജയിലിലേക്ക് വിട്ടുന്നത്. വൈജയന്തി കടന്ന് കരയുവാണ്. എനിക്കിവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ആളുടെ കയ്യെ പിടിച്ചിട്ടാണെങ്കിലും ശരി അവർക്ക് ജാമ്യം എടുത്തു കൊടുത്താനോ, എത്ര വേണേലും ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് ചിലവാക്കിയാനെന്നൊക്കെ പറയാണ്. പക്ഷെ അതും കൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. വൈജയന്തിക്ക് അറിയത്തില്ലല്ലോ മക്കൾ ചെയ്തിരിക്കുന്ന എത്ര വലിയ ക്രൂരതയാന്നുള്ള കാര്യം. അങ്ങനെ എല്ലാവരും നല്ല ധർമ്മസങ്കടത്തിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനി എന്താണെങ്കിലും രോഹിത്തിൻ്റെ ഇടയ്ക്ക് അലീന് പോയി ജയിലിൽ പോയി കാണുന്നുണ്ട്, അവനോട് കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട്. കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് പോകുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ രക്ഷിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.